എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിൽ നിന്ന് 800 മീറ്റർ അകലെ കരിമ്പാനി വനമേഖലയിലാണ് ആന ഇപ്പോഴുള്ളത്. മയക്കുവെടി വെച്ചുവെങ്കിലും കാട്ടാന ഉൾവനത്തിലേക്ക് നീങ്ങിയിട്ടില്ല. മുഹമ്മദ് റഫീഖ് വിവരങ്ങൾ നൽകും. റഫീഖ്, മയക്കുവെടി വെച്ചിട്ടും ആന ഇപ്പോഴും ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെ തുടരുകയാണോ? ദിവ്യ, കോതമംഗലത്ത് ഒരു മാസമായി ഭീതി പെടുത്തിയിരുന്ന കാട്ടാനയെ ഇന്നലെയാണ് മയക്കുവെടി വെച്ചത്. ഇന്നലെ 3 പ്രാവശ്യം, രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ആയിട്ട് 3 തവണ മയക്കുവെടി വെക്കുകയും അതിനുശേഷം റേഡിയോ കോളർ സ്ഥാപിക്കുകയുമായിരുന്നു ചെയ്തത്. ഈ റേഡിയോ കോളർ ഓരോ 10 മിനിറ്റിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റേഡിയോ കോളർ വഴി ആനയുടെ സഞ്ചാരപഥം നിരീക്ഷിക്കുന്നുണ്ട്. ഈ സഞ്ചാരപഥം നിരീക്ഷിച്ചതിൽ നിന്നാണ് ഇപ്പോഴും കാട്ടാന ജനവാസ മേഖലയ്ക്ക് സമീപം തന്നെ, കാട്ടിനുള്ളിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ജനവാസ മേഖലയിൽ നിന്ന് 800 മീറ്റർ അകലെയാണ്. ഉൾക്കാട്ടിലേക്ക് ആന പോയിട്ടില്ല എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത്. ആന ഉൾക്കാട്ടിലേക്ക് പോയില്ലെങ്കിൽ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ കുങ്കിയാനകളെ കൊണ്ടുവന്ന് ആനയെ ഉൾക്കാട്ടിലേക്ക് വിടേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിണ്ടിമന, കോട്ടപ്പടി എന്നീ പഞ്ചായത്തുകളിലാണ് ഒരു മാസമായി ആന പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്. ഈ ആനയുടെ മോഴയാന്റെ മുഖത്ത് മുറിവേറ്റിട്ടുണ്ട്. ഇതൊരു സ്ഫോടക വസ്തു കൊണ്ടുപോയ മുറിവായിട്ടാണ് ഇന്നലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇതിനുള്ള മരുന്ന് നൽകിയിരുന്നു. ഇതിനുശേഷവും ആന ജനവാസ മേഖലയ്ക്ക് സമീപം കാറിനുള്ളിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ആനയെ ഇപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കാര്യമായ ഭയമോ മറ്റ് ആശങ്കകളോ ആവശ്യമില്ലെന്നാണ് വനം വകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. ദിവ്യ, ശരി, മുഹമ്മദ് റഫീഖാണ് വിവരങ്ങൾ നൽകിയത്.